സിനിമയുടെ പൂജയാണ് ഇവിടെ നടന്നത്. ഹായ് ഹലോ ഹൗ ആർ യു? അപ്പോൾ നമ്മൾ ഹംഗ്രി മിന്നാളുടെ അവിടുന്ന് ഫുഡ് ഓർഡർ. ഗുഡ് മോർണിംഗ്. ഇന്ന് ജൂലൈ 16th. നമ്മളിന്ന് രാവിലെ കൊച്ചി പോവാണ്. ഒരു 5:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഇവിടെ ഭയങ്കര മഞ്ഞും കോടയൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ്. നല്ലൊരു രസമുള്ള സ്ഥലം. നമ്മൾ ഹൈവേയിലാണ്. നമ്മൾ മറ്റേ കോട്ടിക്കൽ വഴി ഹൈവേ കൂടെയാണ് പോണത് കൊച്ചിയിലേക്ക്. അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട്. അപ്പം ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൽ കോടമഞ്ഞൊക്കെ ഉള്ളത്. അപ്പോൾ രാവിലെ ഒരു 6 മണീൻ്റെ സീനാണ്. നല്ല അടിപൊളി മഞ്ഞ്. ഇവിടെ കോട്ടിക്കൽ ഹൈവേ വഴിയാണ് പോണത്. എങ്ങനെയുണ്ട് പോവാൻ? നല്ല വൈബല്ലേ? നല്ല അടിപൊളി, നല്ല രസമുണ്ട്. നല്ല മഞ്ഞ് കോട മൂടി കിടക്കുന്നുണ്ട്. അതിൽ തന്നെ 6 മണിയാണ് ഇപ്പോൾ ടൈം. മഞ്ഞിറങ്ങണം അവിടെ ദൂരെ മഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ട്. എനിക്ക് നമ്മൾ ഇങ്ങനൊരു സാധനം കുറേ ലോങ് പോകണല്ലേ, ഇങ്ങനൊരു വൈബിൽ കിട്ടാൻ. മഞ്ഞിറങ്ങാണ്. അപ്പോൾ നമ്മളിപ്പോൾ 7 മണി കഴിഞ്ഞു. ഇവിടെ തൃശ്ശൂർ നമ്മുടെ നന്ദനാസി വരും. നന്ദനാസീനെ എടുക്കണം. അയ്യന്തോൾ നന്ദനെ നമുക്ക് എടുക്കാണ്ട്, അയ്യന്തോൾ നന്ദനാസീനെ എടുക്കാണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെറുതായിട്ട് ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ. അവളെ വിളിച്ചപ്പോൾ അവള് ഫുള്ള് കഴിച്ച് എല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും പോട്ടെ. നമ്മൾ ആ ശരവണ ഭവൻ അവിടെ നിന്ന് കഴിക്കണോ? നമ്മളെന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് കഴിച്ചിട്ട് വേണം നേരെ പോവാൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശരവണ ഭവനിൽ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. ഞാനൊരു നെയ് റോസ്റ്റ് വന്നു, സായി കാപ്പി, ഞാനൊരു ചായ. അപ്പോൾ വേഗം കഴിക്കണം. എന്നിട്ട് വേണം എന്താ പറയുക പോവാൻ. 9:30 ഇപ്പോൾ ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ 9:30 എത്തുക. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്, അയ്യന്തോള് ശരവണ ഭവൻ. അപ്പോൾ ഞാനൊരു മസാല ദോശ നെയ് റോസ്റ്റാണ് കഴിച്ചു. വെറുതെ അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ അവിടെ നന്ദനാസി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നന്ദനാസിയുടെ മുഖമൊക്കെ ഇറങ്ങാം. അപ്പൊ നമ്മുടെ നന്ദനാസി ഇതിൽ കയറിയിട്ടുണ്ട്. എന്താ അടിയിൽ കണ്ണെഴുതിയിട്ട് പറഞ്ഞു. അപ്പൊ അടിയിൽ കണ്ണെഴുതിയാല് മറ്റേ സിനിമയിൽ ചാൻസ് കിട്ടുന്നതാണ് ഇവളുടെ വിചാരം. അയ്യന്തോൾ നന്ദനന്റെ വിചാരം. ഭർത്താവിന്റെ പിറന്നാളാണ്. ഭർത്താവോട് പറഞ്ഞിട്ടാണ് ഭാര്യ കുളിച്ചത്. ഞാൻ കാണിച്ചാലോ. അത് പറഞ്ഞോണ്ട് ഒരാൾ കുളിച്ചു വന്നു. ഇവിടെ രാവിലെ 4 മണിക്ക് എണീച്ചു. അതെ പിറന്നാളായിട്ട്. അതെ ഓ ശാലീന സുന്ദരിയായിട്ടുണ്ട്. അതെ മുടി പറത്തിട്ടേക്കുക. അതെ ഇങ്ങനെയിട്ടപ്പോ മുടി പറത്തിയിട്ടുണ്ട്. രസമുണ്ട് ഇങ്ങനെ ആയപ്പോ. മീൻസ് ഇത് കോസ്റ്റ്യൂം അല്ലേ? എന്തായാലും നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനാണ് എന്റെ വ്ളോഗ് പോലെ പറയാം. അടുത്ത വ്ളോഗ് തുടങ്ങുന്നതായിരിക്കും. അത് കാണാം. ഓക്കെ ബൈ. നമ്മുടെ അഭിഷേകിന്റെ സിനിമയുടെ പൂജ. അഭിഷേകിന്റെ നല്ല മഴ. ശ്രീ അഞ്ജുമന ഭഗവതി ടെമ്പിൾ അല്ലേ? വീടുകാരി മൊത്തം പ്രസാദം കഴിച്ചോണ്ടിരിക്കണേ. ഫുഡൊക്കെ കഴിഞ്ഞു. സിജോ ഉണ്ട്, സായി പിന്നെ പുറത്താണ്. പിന്നെ സായിന്റെ പിറന്നാളാണെന്ന്. അപ്പോ അഭിഷേക് കുമാർ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞു. അഭിനയിച്ച സിനിമയുടെ ഫസ്റ്റ് സിനിമയുടെ പ്രൊഡക്ഷൻ നമ്പർ. ഇത് നമ്മള് പിന്നെ കാണാം. നമ്മളിപ്പോ അഭിഷേകിന്റെ സിനിമയുടെ പൂജ കഴിഞ്ഞു. അപ്പൊ അഭിഷേക് ഉണ്ടായിരുന്നു, സിജോ ഉണ്ടായിരുന്നു, ലിനു ഉണ്ടായിരുന്നു, നന്ദനാസി ഉണ്ടായിരുന്നു. നന്ദനാസി ഞങ്ങളുടെ ബാക്കിൽ കണ്ട് ചാടിക്കറി ഇരുന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് കാറുണ്ട്. എന്നാലും കണ്ടോ, സ്നേഹാർ നായരുടെ കാറിലേ കയറുള്ളൂ. അപ്പോൾ അതിൽ കാറിൽ ഉണ്ട്. പിന്നെ ഉള്ളത് സായി ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വെറുതെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നേരെ സായിനെ പോയി കാണട്ടെ. അവിടെ എന്താ ഇന്റർവ്യൂവിൽ കാര്യങ്ങളൊക്കെ നടക്കണം നോക്കട്ടെ. അങ്ങനത്തെ സാഹചര്യം നോക്കുന്ന സമയത്ത് ഇനി മുന്നോട്ടുള്ള പോക്കിനുണ്ട്. ഒറ്റയ്ക്ക് നമ്മൾ രാഷ്ട്രീയം ഇല്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്.
ഫുഡ് കഴിക്കാൻ നമ്മൾ പോകുന്നത് ഹംഗ്രി മൃണാലിൻ്റെ ഷോപ്പിലാണ്. കഴിക്കാൻ വേണ്ടി നോർമലായിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ സിജോയും ലിനും കൂടി വേറെ പെരുമ്പാവൂർ പോയതാണ്. അവർക്കൊരു ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മീറ്റ് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവരുടെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മളിപ്പോ പോണത് ഹംഗ്രി മൃണാലെത്തിക്ക്. അപ്പൊ ഞാൻ ഹംഗ്രി മൃണാലിനെ കുറിച്ച് 2 വീഡിയോ ഇട്ടുണ്ട് ഞങ്ങൾ 2 വീഡിയോ ഇട്ടുണ്ട്. ഞാൻ പിടിക്കാം. അപ്പൊ നമ്മളിനി അവിടെ പോയിട്ട് നേരിട്ട് നമ്മൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞതായിരുന്നു നമ്മൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള ഉത്തരവ് പറയുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള മറുപടികളെ കാര്യങ്ങളെ കറക്റ്റ് പറയുള്ളൂ. നീച്ച ശല്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അവിടെ പോയി നോക്കണം. നീച്ച ഉണ്ടോ അപ്പൊ അവിടെ അറിയില്ല, ഞാൻ അവിടെ പോയിട്ട് നോക്കട്ടെ. അപ്പൊ നമ്മളവിടെ പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ബാക്കി എന്താ അഭിപ്രായങ്ങൾ ജെന്യൂൻ ആയിട്ട് ഞാനും സായും ഒക്കെ ആയിട്ട് പറയും. നന്ദന സി ഒക്കെ ഉണ്ടാവും. ഫുഡ് കഴിക്കാറില്ല, അവിടുന്ന് നല്ലൊരു പ്രസാദോട്ട് നല്ലോണം കഴിച്ച ആളാണ്. കുറച്ച് ചോറുണ്ടല്ലോ, ഞാൻ പ്രസാദോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കി ജെന്യൂൻ ആയിട്ട് മറുപടി നിങ്ങൾ അത് കഴിക്കണമെങ്കിൽ നമ്മൾ പറയും നന്നായിട്ടുണ്ട്, പോയി കഴിച്ചോളൂ എന്നുള്ളത്. നമ്മളവിടെ പോട്ടെ. അപ്പൊ നമ്മള് നമ്മുടെ കൂടെ ഷസാമുണ്ട്. ഷസാമിന്റെ എത്ര നേരം പറയട്ടെ എന്നോട് വീഡിയോ എടുക്കരുത് വീഡിയോ എടുക്കരുത് വീഡിയോ എടുക്കല്ലേ വീഡിയോ എടുക്കല്ലേ വീഡിയോ താങ്ക് യു. ഞാൻ നല്ല രീതിയിൽ പറയുള്ളൂ. നമ്മുടെ ഷസാമുണ്ട്. താങ്ക് യു. അവര് നടന്നു പോവാണേ, അവിടെ പാർക്കിംഗ് ഇല്ലാത്തോണ്ട് അവർ നടന്നു പോവാണേ. ഷസാമ് സായി, ഷസാമിന്റെ ബ്രദർ. ഇതേ നമ്മുടെ ഹംഗ്രി മൃണാലിന്റെ ഷോപ്പിലേക്ക് പോവാണ്. അവിടെ ക്ലോസ്ഡ് ആണോ അല്ല റോഡ് ക്ലോസ്ഡ് ആവുന്നു. വണ്ടി കയറ്റില്ല. അപ്പൊ സ്ഥിരം നമ്മൾ അറിയണ പോലെ തന്നെ വണ്ടി കയറ്റില്ല. അവിടെ നമ്മൾ റോഡ് സൈഡിൽ കാറ് പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ അവിടെ ക്ലോസ്ഡ് ആണ്. നമ്മൾ പാർക്കിങ്ങിന് സ്ഥലമില്ല, ബൈക്കിന് മാത്രമേ സ്ഥലമുള്ളൂ പാർക്ക് ചെയ്യാൻ. നമ്മളിനി കാർ അവിടെ മാറ്റി നിർത്തിയിട്ട് നടന്നു പോകണമെന്നായിരിക്കും. അപ്പോൾ അവിടെ വണ്ടികൾ കയറ്റാത്തോണ്ട് നമ്മൾ നേരെ കുറച്ച് മുന്നിലേക്ക് അയ്യോ അപ്പൊ നേരെ മുന്നിലേക്ക് ഒരു പാർക്കിങ്ങിന് ചെയ്ത് വന്നാണ്. മെട്രോന്റെ അടിയില തോന്നുന്നില്ലേ ചേച്ചി വരുന്നത് നടന്നു. അപ്പൊ നമ്മള് ഇവിടെ ഉണ്ട് കാറ് പാർക്ക് ചെയ്ത്. ഭയങ്കര മഴ. ഈ മഴ സമയത്ത് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ കാർ പാർക്കിംഗ് ഇല്ല. അപ്പോൾ ഹംഗ്രി മൃണാലിന്റെ കടയിലേക്ക് വരുന്നവര് ബൈക്കിലോ അല്ലെങ്കിൽ നടന്നിട്ട് വരാൻ നോക്കുക, കാറിൽ വരരുത്. അപ്പോൾ കാറുകാരൻ ഇപ്പുറത്താണ് കുറച്ച് നിർത്തിയിട്ടിരിക്കുന്നത്. ഞാൻ നെഗറ്റീവ് പറയുന്നില്ല, ഞാൻ നല്ല കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. കുറെ നടക്കാണ്ട് നമ്മള് ഹംഗ്രി മൃണാലിന്റെ കട എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് മൃണാലിന്റെ ഷോപ്പ് വന്നിട്ടുണ്ട്. ഹംഗ്രി മൃണാൽ. ഹായ് ശസാം ബ്രോ. ഹായ്, ഹലോ, ഹൗ ആർ യു? സുഖം. എവിടെ നമ്മള് വന്നിരിക്കുന്നത്? നിന്റെ ഫേവറേറ്റ് കട. അപ്പൊ നമ്മുടെ സിനിമാ നടൻ സാഫ് ബോയ് വന്നിട്ടുണ്ട്. സായി, ഷസാം, സാഫ് ബോയ്. അപ്പൊ ഇവിടുത്തെ ഫുഡിന്റെ ഒരു മെനു ആണിത്. നമ്മള് ബിരിയാണിയാണ് പറഞ്ഞത്. പപ്പടം എടുത്തുണ്ടോ? പപ്പടം എടുക്കും നല്ല എടുക്കുന്നുണ്ട്. ഇത് ഫ്രണ്ടിൽ നോക്കിയിട്ടില്ല. ഇവിടെ ഇരിക്കണ്ടേ? അപ്പോൾ നമ്മൾ ഹംഗ്രി മൃണാലിൻ്റെ അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇനി പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫുഡ് ഇതാട്ടോ. അപ്പോൾ ഞാൻ ഒരു ദം ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഹംഗ്രി മൃണാലിലെ ബിരിയാണി കഴിക്കാൻ പോവാണ്. ആദ്യം ബിരിയാണി, അതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ബിരിയാണിയുടെ റൈസ് ഇഷ്ടമായി. ചിക്കൻ. അപ്പൊ
നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇത് നമ്മുടെ നന്ദനാസി, ഇത് ഷസാംബ്രോന്റെ ബ്രദർ ഷസാം, സായി, പ്രഭി ഇട്ടിരിക്കുന്നത് പുച്ഛം തൊപ്പിയാണ് ഷസാംബ്രോന്റെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. സാമ്പാറിന് മധുരം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബിരിയാണിക്ക് മധുരമുണ്ട്. എനിക്ക് റൈസ് കുറച്ച് മധുരം. അപ്പോൾ ഇതുവരെ അപ്പോൾ നമ്മുടെ സായി ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഏതാ ഇഷ്ടമായത്? പിന്നെ പൈനാപ്പിൾ ബീച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാതെ ഇതിൻ്റെ ചിക്കൻ ഫ്രൈയോ? എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ലല്ലോ. എനിക്ക് അതിൻ്റെ മസാലയിൽ കുറച്ച് വെളുത്തുള്ളി ഓവറായിട്ട് തോന്നും. ഇവിടെ ഒക്കെ അതായിട്ടോ കഴിച്ചതിന്റെ പായസം കുടിച്ചിട്ട്. പായസം നല്ലതല്ലേ? ഞാനിത് വാഞ്ഞത് കാണിക്കാൻ കേൾക്കോ അതിൽ കണക്കാവില്ല. അപ്പോ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചു. എനിക്ക് കുഴപ്പമില്ല. ബിരിയാണി റൈസ് എന്താ വെച്ചാൽ ഭയങ്കര വേവാത്ത പോലെ തോന്നി. അതുകൊണ്ട് എനിക്ക് വലിയ ഒരു തോന്നിയില്ല. മധുരമുണ്ട് ബിരിയാണിക്ക്, പിന്നെ മസാല കുറവാണ്. അതെന്റെ ആഗ്രഹങ്ങൾക്ക് ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് മധുരം പറയുന്നത്. പിന്നെ പായസം ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ലിക്വിഡിന്റെ കണ്ടന്റ് ഉണ്ട്. പിന്നെ ചോറ് കഴിച്ചു. ചോറ് നല്ല ചോറാണ്. സാധാരണ ക്ഷേത്രത്തിൽ ചോറ് കഴിച്ചിട്ട് അപ്പക്കാരിടും, അതായത് നമുക്ക് ഗ്യാസ് മേക്കിംഗ് സോഡ ഇടും. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലും തോന്നുന്നില്ല. നല്ല ചോറാണ്. പിന്നെ ഇത് സാമ്പാറിൽ കഷ്ണം കിട്ടിയിട്ടില്ല. സാമ്പാറിൽ വെള്ളം മാത്രം, കാരണം ഇത്ര ചെറിയപ്പോൾ അതിൻ്റെ കഷ്ണം വരില്ലല്ലോ. അപ്പോൾ കഷ്ണമില്ലാത്ത സാമ്പാറാണ്. പിന്നെ വെള്ളരിക്ക മോര് കറി അത് നന്നായിരുന്നു. കടല തേങ്ങ വെച്ചിട്ട് നല്ല. പിന്നെ പൈനാപ്പിൾ കിച്ചടി അത് കുഴപ്പമില്ല. ഓവറോൾ എനിക്ക് കുഴപ്പം തോന്നിയില്ല. നമ്മൾ പിന്നെ ഈച്ചറൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എന്താറിയില്ല, ഞങ്ങൾ വന്നപ്പോൾ ഈച്ച പറന്നു പോയതാണോ ഒരു സംശയമുണ്ട്, അല്ലെങ്കിൽ ഇതിന് മുന്നേ ക്ലീനാക്കി വെച്ചതാണ് സംശയമുണ്ട്. പിന്നെ പാർക്കിങ്ങിൻ്റെ കാര്യം ഞാനെല്ലാം ഓൾറെഡി പറഞ്ഞു. ഞങ്ങൾ അവിടെയാണ് കൊണ്ടുപോയി പാർക്ക് ചെയ്തത്. ഇവിടെ ഫുൾ ബ്ലോക്ക് ചെയ്തിട്ട് വണ്ടിക്കൊന്നും കയറാൻ സ്ഥലമില്ല. അങ്ങനെ ചെറിയ പോരായ്മകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കുഴപ്പമില്ല. കുഴപ്പമുണ്ടെങ്കിൽ വേണ്ടി വന്നല്ല. ഞങ്ങൾ ആ സമയത്ത് പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സംസാരം മര്യാദയ്ക്കാക്കി കഴിഞ്ഞാൽ ആ ഒരു പുച്ഛഭാവം, ഒരു അഹങ്കാരം പറഞ്ഞത് വേറെ ഒന്നും ഒരു ഫീലില്ല. ഫുഡൊക്കെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ആൾക്കാർക്ക് വരാൻ ടേസ്റ്റ് ചെയ്യാം. പാർക്കിംഗ് ഒരു സീനാണ്. അത് ഭയങ്കര സീൻ തന്നെയാണ്. മഴ പെയ്തതിന് എന്തായാലും സീൻ തന്നെയാണ്. മഴ പെയ്യുമ്പോഴാണ് ബൈക്കിലുള്ളവർക്ക് വന്നാൽ മതി. മഴയാണെങ്കിലും ഓവർകോട്ടിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ മൃണാൾസ് ഡെലിന്നോ അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഷസാമുണ്ട്, നന്ദനുണ്ട്, ഷസാമിൻ്റെ ബ്രോ ഉണ്ട്. നമ്മൾ ചായ കുടിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചായ മധുരം കുറച്ച് പറഞ്ഞിട്ടുണ്ട്, കുടിച്ചോക്കട്ടെ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ടേസ്റ്റ് ഉണ്ട്. എവിടെ ബ്രോ ടേസ്റ്റ് നല്ലതാ. മധുരം കുറവ്, നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ചായ കുടി കഴിഞ്ഞ് നമ്മളിതാ പോകാൻ നിൽക്കുകയാണ്. ഇവിടെ ചെറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദനത്തിൻ്റെ അവിടെ മനുഷ്യന്മാരെ ഫുള്ള് നടക്കുകയാണ്. ബാക്കിന്ന് ദിശ വെച്ച് മഴ ബാക്കിന്നാണ് മഴ പെയ്യുന്നത്. പക്ഷെ ഈ പെണ്ണ് ഇങ്ങനെ കൊട പിടിക്കാം. നമ്മളെ കാണാൻ കൊണ്ടുപോയില്ല. എറണാകുളം എന്തെങ്കിലും ചെളിയിൽ മുങ്ങിട്ടിക്കണേ നടക്കില്ലട്ടോ. തൃശ്ശൂരൊക്കെ വാദങ്ങള് ഒരു മഴ പോലും ചെളിയില്ല. കയറി പോകണ്ടേ. അപ്പോൾ നമ്മൾ ഹംഗ്രി മണ്ണാലിൽ നിന്ന് ഒക്കെ ഇറങ്ങിയിട്ട് നേരെ ഇനി കൊടുങ്ങല്ലൂർ പോകണം. കൊടുങ്ങല്ലൂർ വഴി ചതിച്ചു. അതും കൂടി പറയല്ലേ പറയണ്ട. എന്നെ ചതിച്ചു ഒരു ഗൈസ്. ഈ സ്നേഹയുടെ ചാനലിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചേച്ചിനെ സപ്പോർട്ട് ചെയ്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡ് ഇറക്കി വിടുന്നു.
പിന്നെ ഇവിടെ നിങ്ങള് പകലല്ല ഇത് ഇരുട്ടത്ത് നല്ലൊരു രാത്രിയല്ല. ഞങ്ങള് 4 മണി 2 വരെ 2 മണിക്കൂറൊന്നുമില്ല. ആകെ 23 കിലോമീറ്റർ ഉള്ളൂ കൊടുങ്ങല്ലൂര്. 1.5 മണിക്കൂർ 23 കിലോമീറ്റർ. സായി കാണിച്ചല്ലോ. 23 കിലോമീറ്ററിലുള്ളൂ കൊടുങ്ങല്ലൂർക്ക്. കേട്ടോണിക്ക് 23 കിലോമീറ്ററിലുള്ളൂ. 28 കിലോമീറ്റർ. സീക്രട്ട് ഏജന്റിന്റെ ഭാര്യ സീക്രട്ട് ഏജന്റും ചതിയന്മാരാണ്. ഞാൻ ബസ്സിന് പോവാൻ ഗൂഗിൾ പേ കൊടുത്തവരെ അടിക്ക് തോന്നുന്നുണ്ട്. അറിയില്ല ജീവിതമാണ് ഏത് ഇനി മുതൽ സ്വന്തം കാർ വരുമോ? ഉണ്ടല്ലോ. ഞാൻ കട്ട് ചെയ്യില്ലട്ടോ. കട്ട് ചെയ്യണ്ട വേണ്ടോ? അപ്പൊ സ്വന്തം കാറുണ്ടായിട്ട് രഞ്ജിത്തേട്ടനും ഉണ്ടായിട്ട് അവിടെ ഞങ്ങളെ കൂടെ വലിയ കാറിൽ വീഡിയോ ഇട്ടതപ്പോ ഇവരൊക്കെ മാസം 10 ലക്ഷം രൂപ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ആൾക്കാരാ. അത്രേ ഉള്ളൂ. ആള് കുറവാ. നമ്മളതൊന്നല്ല. എനിക്ക് പെട്രോൾ അടിക്കണമെന്നൊക്കെ ഞാന് കരഞ്ഞ് കയ്യില് നെയിൽ പോളിഷ് കൂടി ഒക്കെ പോയി. കണ്ടോ ഈ ഡ്രസ്സിനും മാലയ്ക്കും കമ്മലിനൊന്നും ഒരു കുറവില്ല. അതെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ. പക്ഷെ വീട്ടിൽ പോയിട്ട് വേറെ പണി സീക്രട്ട് സപ്പോർട്ട് ചെയ്തു പോടോ. പണിയില്ലല്ലോ പണിയില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കും. ഗോൾഡ് വെച്ച ഡ്രസ്സും ഗോൾഡ് സ്വർണ്ണക്കമ്മലും ഡയമണ്ട് മൂക്കുത്തിയൊക്കെ ഇട്ടിട്ട് പാവപ്പെട്ട വീട്ടിലാണ് ചോദ്യം. ആ സിജോക്ക് വേണ്ടിട്ട് എനിക്ക് അതുവരെ വരാൻ പറ്റുമോ? അതന്നെ ഞങ്ങള് മാറിപ്പോണതൊക്കെ വഴി ഞങ്ങൾക്ക് എത്ര കിലോമീറ്റർ പോകണം? ബസ് കിട്ടിയിട്ടില്ലേ? ഒരു ഉപകാരം ചെയ്യാൻ വിചാരിച്ചേക്കുമ്പോ അത് സമ്മതിക്കണില്ല. ബസ്സിൽ ട്രെയിനൊക്കെ തരാം. പാവല്ലേ വിചാരിച്ച ബസ്സിൽ ഇപ്പൊ ബ്ലോഗിലാ പേര് പറയുന്നത്. ഞാൻ കട്ട് ചെയ്യോ? നമ്മള് വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത്. നന്ദൂസ് ഡെയിലി മിക്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം. ചത്താനെ ഈ പ്രഭിക്ക് വണ്ടി ഓടിക്കാറില്ല. ആ വീട്ടിന്റെ കൊണ്ടല്ല ഇങ്ങനെ ഓടിണ്ടോ സബ്സ്ക്രൈബേഴ്സ് എണ്ണം കുറെ കാണിച്ചു കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് വരും. സപ്പോർട്ട് ചെയ്യരുത്. ബൈ. ഈ 10K ആക്കാളെ സഹായിക്കണേ. ഇല്ല അന്നാ പിന്നെ കഴിക്കാം. ഞാൻ 10K എന്തെങ്കിലും ആക്കി തരും. ഞാൻ പറ്റിണ്ടാ പിന്നെ മിണ്ടായിരിക്കാതെ ഓക്കെ ബൈ.